എല്ലാ പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ 2 കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 2 ഡിസൈൻസ് ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നാഗപ്പട്ട മാലയുടെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിലും ഇത് മാങ്ങാമാലയാണ്. ഇതിനകത്ത് റെഡ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ 2 ചെറിയ മുത്തുകൾ പോലെയും നടുക്ക് വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട്. ഇതിന് ലോക്കറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. കാരണം റൗണ്ടിൽ ഈ സ്റ്റോൺ തന്നെ, ഈ റെഡ് സ്റ്റോൺ തന്നെ വന്നിട്ട് റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ പൂക്കള വിട്ട പോലെ തന്നെ ഒരു ഷേപ്പിലാണ് ഈ വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നത്. ഇത് ലക്ഷ്മി മാലയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കാശിമാല പോലെ തോന്നുമെങ്കിലും ഇത് ലക്ഷ്മി മാലയാണ്. നാണയത്തിൻ്റെ ഷേപ്പുള്ള ഈ മാലയ്ക്കകത്ത് ലക്ഷ്മി ദേവിയുടെ പടമാണ് ശരിക്കും നമുക്ക് കാണാം. ലക്ഷ്മി ദേവിയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ദേവിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ട് ഈ ഒരു മാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുമായിരിക്കും. അതായിരിക്കും കാരണം പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ കൈമാറി വന്നിരുന്ന ഡിസൈനുകളിൽ 2 വെറൈറ്റി ഡിസൈനാണിത്. പഴമക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു ചിത്രം ഇതിനുള്ളിൽ വെച്ചേക്കുന്നതിൻ്റെ ഐതിഹ്യം അറിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുത്തശ്ശിമാരോടും അമ്മമാരോടും ഒക്കെ ചോദിക്കണം ഈ ലക്ഷ്മി മാലയ്ക്കുള്ള പ്രത്യേകതകൾ എന്താണ്, എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി അതിനകത്ത് ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നും കൂടി ചോദിച്ചറിയണം. അത് കമൻ്റായിട്ട് എല്ലാവരും എഴുതണം. ലക്ഷ്മി മാലയുടെ ഒരു വെറൈറ്റി സിംഗിൾ പീസാണ്, ഒരു നെക്ലെസ് ആണ്. നാണയത്തിൻ്റെ രൂപമുള്ളത് ഇങ്ങനെ ലക്ഷ്മി ദേവിയാണ് ഇതിനകത്ത് ഉള്ളത്. ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് റൂബി സ്റ്റോണും എമറാൾഡ് സ്റ്റോണും ആണ് വന്നിരിക്കുന്നത്. രണ്ട് അപ്പുറം ഇപ്പുറമായിട്ട് 2 ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോക്കറ്റാണ്. ലക്ഷ്മി ദേവിയുടെ വലിയൊരു രൂപമാണ് ഇതിനകത്ത് കൊത്തി വെച്ചേക്കുന്നത്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രത്യേക പൂജ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഇടാൻ ഏറ്റവും അനുയോജ്യമായിട്ടൊരു മാലയാണ് ലക്ഷ്മി മാല. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളെല്ലാവരും അങ്കമാലിയിലെ ചുങ്ക ജ്വല്ലറിയിലെത്തി ഈ ഒരു കളക്ഷൻസൊക്കെ നോക്കുക, ഇഷ്ടപ്പെട്ടതെല്ലാം തിരഞ്ഞെടുത്ത് മേടിക്കുക.